ശബരിമല ശ്രീ അയ്യപ്പൻ ഭാഗം 7. എല്ലാവർക്കും നമസ്കാരം. പല ദിക്കുകളിൽ നിന്നും പുറപ്പെടുന്ന വാഹിനികൾ വന്നൊരുമിക്കുന്നത് പോലെ പല ദിക്കുകളിൽ നിന്നും അയ്യപ്പന്മാർ എരുമേലിയിൽ എത്തിച്ചേരുന്നു. ഇത് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. പണ്ട് എരുമകൊല്ലി എന്നായിരുന്നു പേര്. ഇവിടെ അയ്യപ്പന്റെ അമ്പലവും വാവൂർ സ്വാമിയുടെ പള്ളിയുമുണ്ട്. വില്ലും അമ്പും ഏന്തിയ വേട്ടക്കാരന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അയ്യപ്പൻ്റേത്. വാവർ പള്ളിയും അമ്പലവും തമ്മിൽ വലിയ അകലമില്ല. എരുമേലിയിലെ പേട്ടതുള്ളൽ വളരെ പ്രസിദ്ധമാണല്ലോ. ആൾക്കാരുടെ ധാരാളിത്തവും പേട്ടതുള്ളലിന്റെ സൗകര്യവും പ്രമാണിച്ച് ധനു 20-ാം തീയതിക്ക് മുൻപ് തന്നെ പേട്ടതുള്ളൽ ആചരിച്ചു വരുന്നു. അയ്യപ്പ തിന്തകത്തോ സ്വാമി തിന്തകത്തോ അയ്യപ്പ തിന്തകത്തോ സ്വാമി തിന്തകത്തോ തിന്തകത്തോ ദിമി തിന്തകത്തോ സ്വാമി തിന്തകത്തോ തിന്തകത്തോ ദിമി തിന്തകത്തോ സ്വാമി തിന്തകത്തോ എന്നുള്ള താളത്തിനൊപ്പിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നു. ഈ നൃത്തം പാപപരിഹാരത്തിന് പറ്റിയതാകുന്നു എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ദേഹബാധിതങ്ങളായ ഇതര ദോഷങ്ങളെയും നശിപ്പിക്കുന്നു. അത്യപൂർവം ചിലർക്ക് ബോധക്കേടുണ്ടാകാറുണ്ട്. കാഴ്ചക്കാർക്ക് ഭക്തി പാരവശ്യം കൊണ്ട് രോമാഞ്ചമുണ്ടാകത്തക്കവണ്ണം എന്തോ ഒരു അത്ഭുത മാഹാത്മ്യം പേട്ടതുള്ളലിനുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പേട്ടക്കമ്പുമായി ആനന്ദ നൃത്തം ചെയ്ത് എരുമേലി കോവിലിന് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് കർപ്പൂര ദീപം ആരാധിച്ച് പേട്ടതുള്ളൽ അവസാനിപ്പിക്കുന്നു. ധനു 28-ന് രാവിലെ തന്നെ അമ്പലപ്പുഴക്കാരുടെ പേട്ട ആരംഭിക്കും. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളുമായി ശരീരത്തിൽ വിവിധതരം ചായം തേച്ച് അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം എന്ന് പറഞ്ഞുകൊണ്ട് പേട്ട തുള്ളുന്നു. അയ്യപ്പൻ എൻ്റെ കത്തോ സ്വാമി എൻ്റെ കത്തോ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സ്വാമിമാർ പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് കന്നിക്കാർ. മഹിഷിയെ നിഗ്രഹിച്ച ശേഷം അയ്യപ്പൻ നടത്തിയ നൃത്തത്തിൻ്റെ ഓർമ്മയ്ക്കാണ് പേട്ടതുള്ളൽ എന്ന ഐതിഹ്യം. അതല്ല, വനത്തിലേക്ക് പോയപ്പോൾ നായാട്ടുകാരും ഒരുമിച്ച് മൃഗാവിനോദം ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇതെന്നും പറയപ്പെടുന്നു. അമ്പലപ്പുഴ പേട്ടയ്ക്ക് ഒരു വിശേഷ വിധിയുള്ളത് ഇന്നും പ്രത്യക്ഷത്തിൽ കണ്ടുപോരുന്നുണ്ട്. എരുമേലിയിൽ തെക്കേ നടയിൽ വന്ന് പേട്ട എഴുന്നള്ളിച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിലപാട് നിൽക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി പേട്ട തൃക്കൺ പാർത്തെങ്കിൽ മാത്രമേ അതിന് സാഫല്യമുള്ളൂ എന്നും അതിനുള്ള ലക്ഷ്യം കണ്ടെത്തിയതിനു ശേഷമേ പേട്ട അവിടെ നിന്നും ഇളകൂ എന്നുമാണ് വിശ്വാസം. പടിഞ്ഞാറ് നിന്ന് ഒരു ചെമ്പരുന്ത് പറന്നു വന്ന് പേട്ടയുടെ മുൻഭാഗത്ത് അന്തരീക്ഷത്തിൽ ചുറ്റിപ്പറന്ന് കിഴക്കേ നടയിലുള്ള ഉന്നത വൃക്ഷത്തിൽ വന്നിരിക്കുകയും കുറച്ചു സമയം വിശ്രമിച്ചതിന് ശേഷം പടിഞ്ഞാറ് അഭിമുഖമായി പറന്നു പോവുകയും ചെയ്യുന്നു. ക്ഷേത്ര ദർശനവും വാവർ പള്ളിയിലെ പുരോഹിതൻ നൽകുന്ന ഭസ്മവും കളഭവും സ്വീകരിച്ച് അമ്പലപ്പുഴക്കാർ വനയാത്രയ്ക്കൊരുങ്ങുന്നു. വാവരുടെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് വാവർ പള്ളിയിലെ പുരോഹിതൻ. ഏതാണ്ട് ഉച്ചയോടുകൂടി ആലങ്ങാട്ടുകാരുടെ പേട്ടയാണ്. ഇവർ ദേഹത്ത് ചന്ദനം പൂശി നാദസ്വരം മേളത്തോടുകൂടി പേട്ട തുള്ളുന്നു. പൊതുവെ പറഞ്ഞാൽ പേട്ട തുള്ളി വരുമ്പോൾ സ്വാമിയുടെ പേട്ട എഴുന്നള്ളിച്ചു വരുന്നു എന്നാണ് സങ്കല്പം. പലതരം ചായങ്ങൾ ശരീരത്തിലും മുഖത്തും പുരട്ടി മുഖത്തെ മേൽമീശ, ചുട്ടി മുതലായവ വരയ്ക്കുന്നു. ദുരഭിമാനം കൊണ്ട് ചിലർ ഈ വികൃതവേഷം കെട്ടാൻ വിസമ്മതിക്കുന്നുണ്ട്. അവരെ ഒരു പൊട്ടെങ്കിലും തൊടിക്കാതെ വിട്ടയക്കാറില്ല. പൊതുവെ പറഞ്ഞാൽ മനുഷ്യരുടെ ദുരഭിമാനം നിശേഷം നശിപ്പിച്ച് ഹൃദയം ഭഗവത് ഭക്തിക്കിലാക്കാനുള്ള പ്രഥമ പടിയാണ് പേട്ടതുള്ളലെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ആർക്കാണ് സ്വാമിയുടെ അനുഗ്രഹം കിട്ടുക, ആർക്കാണ് ഈശ്വരകാരുണ്യം ലഭിക്കുക എന്ന് പറയാൻ എളുപ്പമല്ല. ആർക്കാണോ പരിശുദ്ധ ഹൃദയമുള്ളത് അവനിൽ ഈശ്വരകാരുണ്യം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പേട്ടക്കാർ എരുമേലി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാണിക്കയിട്ട് നാളികേരമെറിയുന്നു. അയ്യപ്പനും വാവരും അമ്പലപ്പുഴക്കാരോടൊപ്പം പോയി എന്ന വിശ്വാസത്താൽ ആലങ്ങാട്ടുകാർ വാവർ പള്ളിയിൽ കയറാറില്ല. പേട്ട കഴിഞ്ഞ് വനയാത്രയ്ക്കൊരുങ്ങുന്നു. അയ്യപ്പന്റെ ഉദയനനെ തേടിയുള്ള യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ യാത്ര. എരുമേലിയിൽ നിന്നുള്ള യാത്ര എത്തിച്ചേരുന്നത് വൃഷഭഘട്ടം അഥവാ കാളകെട്ടിയിലാണ്.
ഇവിടെ നിന്നുകൊണ്ടാണ് വിഷ്ണു മഹേശ്വരന്മാർ മഹിഷിയുടെ ശരീരത്തിൽ അയ്യപ്പൻ നൃത്തം ചെയ്യുന്നത് കണ്ട് ആനന്ദിച്ചത്. അവിടെയുള്ള മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത് ഭക്തർ എത്തുന്നത് അഴുതാ നദിക്കരയിലാണ്. അഴുതാ നദിക്ക് സംസ്കൃതത്തിൽ അലസാ നദി എന്ന് പറയുന്നു. അയ്യപ്പൻ സ്വർഗത്തിൽ നിന്ന് മഹിഷിയെ എടുത്തെറിഞ്ഞപ്പോൾ അഴുതാ തീരത്താണ് ആ ശരീരം വന്ന് വീണത്. ബ്രഹ്മാവ് അയ്യപ്പനോട് പറഞ്ഞു, മഹിഷിയുടെ ശരീരം അഴുതയുടെ പൂർവ്വതീരത്തേക്കാക്കാനും ശേഷം പാഷാണഖണ്ഡങ്ങളിട്ട് അതിവേഗം മറയ്ക്കാനും, അല്ലെങ്കിൽ അത് വിന്ധ്യാപർവ്വതത്തിന് തുല്യമായി വളർന്ന് സൂര്യചന്ദ്രന്മാരുടെ ഗതിയെ തടയുമെന്നും പറഞ്ഞു. അയ്യപ്പന്മാർ അഴുതയിൽ കുളിച്ച് ക്ഷീണം മാറ്റി കല്ലും എടുത്തുകൊണ്ടു പോകുന്നു. കല്ലിടാങ്കുന്നിലെത്തി കല്ല് അവിടെ നിക്ഷേപിക്കുന്നു. അയ്യപ്പന്മാരുടെ കർമ്മഫലത്തെ ഇവിടെ നിക്ഷേപിക്കുന്നു എന്നും പറയപ്പെടുന്നു. അവിടെ നിന്ന് ഉടുമ്പാറമല അഥവാ ഇഞ്ചിപ്പാറമലയിലെത്തുന്നു. കരിമലയിലെ തൻ്റെ താവളം സംരക്ഷിക്കാൻ ഉദയനൻ കെട്ടിയതാണ് ഇഞ്ചിപ്പാറ കോട്ട. ഇവിടുത്തെ ക്ഷേത്രത്തിൽ പൂജിക്കുന്നത് ആദിവാസി മൂപ്പന്മാരാണ്. ഇവിടെ നിന്നും ഭക്തർ കരിമല കയറുന്നു. ഭക്തർ ചരണം വിളികളോടെ യാത്ര ചെയ്യുന്നു. ചരണം വിളിച്ചുകൊണ്ട് ഭക്തിയിൽ ലയിച്ച് കൂട്ടത്തോടെ മല കയറുന്നു. ഇവിടെ നിന്നും എത്തിച്ചേരുന്നത് പമ്പയിലാണ്. ഇതിനിടെ ഒന്ന് പറയട്ടെ, ഇപ്പോൾ പമ്പ വരെ വാഹനങ്ങളിൽ പോകുന്നതിനുള്ള സൗകര്യമുണ്ട്. പുണ്യനദിയാണ് പമ്പ. ഇതിൽ മുങ്ങി നിവർന്നാൽ സർവ്വപാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം. വാതരോഗികൾക്ക് പോലും പമ്പയിൽ കുളിച്ചാൽ ഒരസുഖവും ഉണ്ടാകുന്നില്ല എന്നത് അത്ഭുതകരമാണ്. ഗംഗയ്ക്ക് തുല്യമാണ് പമ്പ. ഇവിടെ ഭക്തർ പിതൃതർപ്പണം നടത്തുന്നു. പമ്പാ ഗണപതിക്ക് തേങ്ങയും ഉടച്ച് പമ്പാ വിളക്കും കണ്ട് പമ്പാതീരത്ത് വസിക്കുന്ന പന്തള മന്നനെ വണങ്ങി കാണിക്കയിട്ട് ഭക്തർ യാത്ര തുടരുന്നു. അയ്യപ്പൻ ഉദയനെ നിഗ്രഹിച്ച് ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് പമ്പാ വിളക്ക് തെളിയിക്കുന്നത്. ചിലർ വഴിപാടായി പമ്പാ വിളക്ക് തെളിയിക്കുന്നു. ഇവിടെ എത്തുന്ന ചിലർ രാമപാദം, കിഷ്കിണ്ട ഇവ ദർശിക്കാൻ പോകാറുണ്ട്. പമ്പയിൽ നിന്ന് ഭക്തർ എത്തിച്ചേരുന്നത് അപ്പാച്ചിമേട്ടിലാണ്. അപ്പാച്ചിമേടിൻ്റെ ഇരുപുറവും അപ്പാച്ചിക്കുഴി, ഇപ്പാച്ചിക്കുഴി എന്ന അഗാധ ഗർത്തങ്ങളാണ്. മലമേടുകളുടെ രക്ഷകനായ കടുരവൻ തൻ്റെ ഭൂതഗണങ്ങളെ അടക്കി നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഭക്തർ ഇവിടെ അരിയുണ്ട എറിയുന്നു. ഇവിടെ നിന്ന് ശബരി പീഠത്തിൽ എത്തിച്ചേരുന്നു. ത്രേതായുഗത്തിൽ ശബരി തപസ്സിരുന്ന സ്ഥലം. ഇവിടെ വെച്ചാണ് ശ്രീരാമൻ ശബരിക്ക് മോക്ഷം നൽകിയത്. ഈ മല ശബരിമല എന്ന നാമത്തിൽ അറിയപ്പെടും എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ നിന്നും ഭക്തർ ശരംകുത്തിയിൽ എത്തിച്ചേരുന്നു. കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിൽ തേങ്ങയും എറിഞ്ഞ് ശരം കുത്തുകയും ചെയ്യുന്നു. മഹിഷി നിഗ്രഹം നടന്നപ്പോൾ മഹിഷിയിൽ നിന്നും ഉടലെടുത്ത സുന്ദരിക്ക് അവളുടെ അഭ്യർത്ഥന അനുസരിച്ച് അയ്യപ്പൻ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു. കന്നിക്കാർ വരാത്ത കാലത്ത് നിന്നെ ഞാൻ പരിണയിച്ചുകൊള്ളാമെന്ന്. എന്നാൽ മാളികപ്പുറത്തമ്മ എഴുന്നള്ളി വന്ന് ലക്ഷക്കണക്കിന് ശരക്കോലുകൾ കണ്ട് നിരാശയോടെ മടങ്ങിപ്പോകുന്നു എന്നാണ് ഐതിഹ്യം. ശരംകുത്തിയിൽ നിന്നും നോക്കിയാൽ 18-ാം പടി കാണാം. സ്വാമി ശരണം. Please subscribe my channel.